അണ്ണാ ഇതാണ് പരീത് സായിപ്പ്. ആരുടെങ്കിലും കൈ വെട്ടണോ 1000 രൂപ ഇങ്ങനെ കൊടുത്താൽ മതി. കാല് വെട്ടണമെങ്കിൽ 2000 രൂപ. എതിർക്കണോന്റെ ഒന്നും തല പോലും മിച്ചം കാണത്തില്ല. വിക്ടർ രാജ്, ഇപ്പോഴോ അനിയൻ കുഞ്ഞെ ആ ഹാൻഡിലോട്ട് കൈവയ്ക്കേ. കണ്ണൊക്കെ കുത്തി പൊട്ടിക്കാതെ ദേ. ഞാൻ ഇതിലോട്ടൊന്ന് തൂക്കിക്കോട്ടോ. ആ തോളത്തോട്ട് അത് തൂക്കിയിട്ട് ആ ഹാൻഡിലോട്ട് പിടിക്കേ. തോളി തൂക്കിയിട്ട് തിരിഞ്ഞിരുന്നാ മതി. മാറാനുള്ള പ്രദോഷ ഭംഗി. തലതിരിഞ്ഞവന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നും. ഞാനിത് ആദ്യമായിട്ടൊന്നും അല്ല കുഞ്ഞെ. അമ്പലപ്പുഴ ഉത്സവത്തിന് വിമാനത്തിന്റെ പുറത്തിരുന്ന ഒരു പടം എടുത്തിട്ടുള്ളതാ. ആ വിമാനം അങ്ങ് ചതിലെടുത്തു പോയി. സൂക്ഷിക്കണം. ഈ മാരാർ എവിടെ ഇരുന്നാലും തുരുമ്പെടുക്കും. അതാ പ്രമാണം. അനിയൻ ചേട്ടാ, യമഹക്കാർ പുതിയൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. 37,250 രൂപയേ ഉള്ളൂ. എക്സ്ട്രാകളൊന്നും ഇല്ലാതെ. ഞാനൊരെണ്ണം വാങ്ങിക്കോട്ടെ? വേണ്ട. അതെന്താ? എന്റെ അമ്മ ഇവിടുത്തെ അടുക്കളക്കാരിയായിരുന്നോണ്ടാണോ ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത്? കുഞ്ചു, ഈ ചെറുപ്രായത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് ഒരു ഭാരമല്ലയോ? അനിയൻ ചേട്ടാ, അപ്പേട്ടനോട് ഒന്ന് പറ പ്ലീസ്. ഞാനും അങ്ങേരുമായിട്ടുള്ള ഇരിപ്പുവശം ഇന്നലെ രാത്രി കൃത്യം 10:15 മണിക്ക് തെറ്റി. ഒഴിവാക്കണമെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്കിപ്പോ ചെയ്യാവുന്ന നീ ബൈക്കിലോട്ട് കയറിയിരിക്കാൻ നല്ലൊരു പടം എടുത്തുതരാം. മാരാരെ അതേ കയറി ഒട്ടിയിരിക്കാ. താഴോട്ടിറങ്ങ്. ചത്തോ? ഇപ്പൊ തന്നെ എന്റെ എടുത്തേനെ. ചേക്കുട്ടി, സുദർശന എന്ന് വെച്ചാ എന്താ മീനിങ്? നല്ല കാഴ്ചയുള്ള കുട്ടിന്നാണോ അതോ കാണാൻ കൊള്ളാവുന്ന കുട്ടിന്നാണോ? രണ്ടും ആയിക്കോട്ടെ, അതല്ലേ നല്ലത്. രണ്ടും എനിക്ക് ചേരില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. ആര് പറഞ്ഞു? എന്റെ കണ്ണടയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോ സ്മാർട്ട് ലുക്കിംഗ് ഇന്റലിജന്റ് ഗേൾ ആയിരിക്കുന്നു. താങ്ക് യു. ഇനി കല്യാണം കൂടി കഴിക്കേ വേണ്ടു. ജയശ്രീക്ക് ഒരു കല്യാണ ആലോചന നടക്കുന്നില്ലേ? ആലോചന നടക്കുന്നുണ്ട്. വീട്ടിലല്ല, എന്റെയും ഡോക്ടർ മധുവിന്റെയും മനസ്സിൽ. മധുവിനെ താൻ കണ്ടിട്ടുണ്ട്. വിഷമം തോന്നരുത്, അത് നടക്കില്ല. ജയശ്രീക്ക് തീരെ പ്രതീക്ഷിക്കാത്ത വേറൊരു മാരേജാ നടക്കുകയാണെങ്കിൽ ഇതേ നടക്കൂ, അല്ലെങ്കിൽ വേറൊന്നും ഉണ്ടാവില്ല. എങ്കിൽ ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചു. ആരൻ ഇൻട്യൂഷൻ താനായതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു. എഴുത്തുപുരയിലെ അല്ലേ താൻ? ഇൻട്യൂഷനും ഫാന്റസിയും ഒക്കെ മുത്തശ്ശിയുടെ പാരമ്പര്യ സ്വത്തായിരിക്കും. Is she all right?
ഷീസ് ജസ്റ്റ് ഫൈൻ. ഇന്നും പോയിരിക്കാ വേറൊരു സ്വീകരണത്തിന്. ആ. അകത്തേക്ക് കയറിയിരിക്കാം. വേണ്ട വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ആ. അത് ഉള്ളില് നല്ല കാറ്റുണ്ടെണ്ണ, ഏത് നല്ല കാറ്റുണ്ട്. ഉള്ളി കാറ്റല്ല, നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പെമ്പിള്ളാരുടെ ഇടയിൽ കൂടെ പറന്ന് നടക്കാനുള്ള പൊതുവെ. അയ്യേ, ഞാനാ ടൈപ്പല്ല. പിന്നെ നീ ചായപ്പാ. ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും അണ്ണ എന്നെ തെറ്റിട്ട്. ആ, ശരി ശരി, പോട്ടെ 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 പോട്ടെ. നിങ്ങളെല്ലാം എന്റെ പേരക്കിടാങ്ങളാ. പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല, പെറുപെറുക്കാനേ അറിയൂ. അതും എന്നോട് തന്നെ പെറുപെറുക്കാൻ. അത് തന്നെയാ എന്റെ കവിതകളും. ഇപ്പോ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഉഷസന്ധ്യയോട് സായം സന്ധ്യ എന്തോ പെറുപെറുക്കയാണെന്നാ. ഇവിടെ ഞാനും നിങ്ങളും കവയത്രിയും ആസ്വാദകരുമല്ല, ഒരു കാവ്യം തന്നെയാ. മുത്തശ്ശി ഒരു കവിത ചൊല്ലണം. ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഓർമ്മക്കുറവുണ്ട്. 4 വരി മതി മുത്തശ്ശി. അനിയൻകുട്ടാ, അണ്ണ, അണ്ണനെ മൈക്ക് വിളിക്കുന്നു. മൈക്കല്ലടാ, മുത്തശ്ശി. ഞാനും കൂടെ വരട്ടെ. എന്തിന്? പെണ്ണുങ്ങളുടെ കോളല്ലേ അണ്ണ, ഒറ്റയ്ക്ക് പോകുന്നത് റിസ്ക് അല്ലേ? എനിക്ക് യാതൊരു പേടിയില്ല. അണ്ണാ, ഞാനും കൂടെ. പറഞ്ഞ ആ. വാ.